നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്നത്തെ വീഡിയോ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. ഞാനിവിടെ 1 കപ്പ് പച്ചപ്പയറിൻ്റെ പരിപ്പ്, 1 കപ്പ് ഉഴുന്ന് പരിപ്പ്, 3/4 കപ്പ് അരിയും കൂടി എടുത്ത് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു 6 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പൊങ്ങി വരാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ദോശ ഇടാം. മാവ് നല്ലവണ്ണം ഫെർമെൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ദോശ നമുക്ക് ചുട്ടെടുക്കാം. കട്ടി ഉള്ള രീതിയിൽ ഉണ്ടാക്കുന്നവർക്ക് താല്പര്യമുള്ളതാണെങ്കിൽ കട്ടിയുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഗീ റോസ്റ്റ് പോലെയാണെങ്കിൽ നേർപ്പിച്ച് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ അരി കൊണ്ടുണ്ടാക്കിയതാണോ മൂങ് ദാൽ കൊണ്ടുണ്ടാക്കിയതാണോ എന്നൊട്ടും മനസ്സിലാവത്തില്ല. നന്നായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, അവരെല്ലാം കഴിക്കുകയും ചെയ്യും. ഇനി നമുക്കിത് സാമ്പാറിൻ്റെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. സാമ്പാറിൻ്റെ കൂടെ കൂടുതൽ കഴിക്കുവാണെങ്കിൽ കുറച്ച് പച്ചക്കറികളൊക്കെ കൂടെ അകത്തായിക്കോളുമല്ലോ. അപ്പോൾ നല്ലൊരു സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ദോശയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. ഞാനിന്ന് ഡിന്നറിന് വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയത്. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു വെരി മച്ച്. ബൈ.